ഹായ് എവരിവൺ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മാർബിൾ കേക്ക് അല്ലെങ്കിൽ സീബ്ര കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ കുക്കറിലോ അല്ലെങ്കിൽ ഓവനിലോ ഒന്നുമല്ല ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടാണ്, സ്റ്റീം ചെയ്തിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ കേക്ക് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഈ കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബീറ്ററൊന്നും ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ പോലും നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കുക്കായി കിട്ടും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ മിനി മാർബിൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇനി ഇത് ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ടോ ഒന്നും ബീറ്റ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഷുഗറാണ്. ഞാനിവിടെ 1/4 കപ്പ് ഷുഗർ പൊടിച്ചെടുത്തിട്ടാണ് ചേർക്കുന്നത്. മിക്സ് ചെയ്തെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. നമ്മളിത് പൊടിച്ചെടുക്കുന്ന സമയത്ത് എന്തായാലും 1 കപ്പിൻ്റെ അടുത്തെങ്കിലും എത്തിയിട്ടുണ്ടാകും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുത്താലും മതി. ഇനി ഇതുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനിതിലേക്ക് 1/4 കപ്പ് പാലൊഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ്. വാനില എസൻസ് ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് പൈനാപ്പിൾ എസൻസും ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുത്താൽ. ഞാൻ അങ്ങനെയും ട്രൈ ചെയ്തിട്ടുണ്ട്. ഇനി എസൻസുകളൊന്നും കയ്യിലില്ലെങ്കിൽ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. അരിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്ന മുട്ടയുടെ മിക്സിലേക്ക് ഇത് കുറച്ചായിട്ട് ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം കൂടി ഒരുമിച്ച് ചേർക്കുമ്പോൾ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ചായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം കുറച്ചൊന്ന് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളതും കൂടെ ഇങ്ങനെ ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടിക്കോളും. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് മാർബിൾ കേക്ക് ആയതുകൊണ്ട് നമുക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്യണം. അതിനുവേണ്ടി ഈ ഒരു ബാറ്ററിൽ നിന്ന് നമുക്ക് കുറച്ച് ഒരു ഹാഫ് ഭാഗം വേറൊരു ബൗളിലേക്ക് മാറ്റണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇനി 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് അരിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ മാർബിൾ കേക്ക് അല്ലെങ്കിൽ നമുക്കിത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ തന്നെ ഇഡ്ഡലി ചെമ്പിൽ ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇനി ഈ കൊക്കോ പൗഡർ ചേർത്താൽ മിക്സ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കിയതിന് ശേഷം നമുക്കിനി ഇഡ്ഡലി തട്ടിൽ കുറച്ച് ഓയിൽ പുരട്ടണം. ബട്ടർ കയ്യിലുണ്ടെങ്കിൽ ബട്ടർ പുരട്ടി കൊടുത്താലും മതി. ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ആദ്യം ഒഴിച്ച് കൊടുക്കുന്നത് നമ്മൾ കൊക്കോ പൗഡർ ആഡ് ചെയ്യാത്ത ഈ ഒരു ബാറ്ററാണ്. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ കൊക്കോ പൗഡർ ആഡ് ചെയ്തിട്ടുള്ള ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കാം. അപ്പം എല്ലാത്തിലേക്കും ഓരോ സ്പൂണായിട്ട് ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ 4 ലെയറായിട്ടാണ് ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നത്. അതായത് ആദ്യം നമ്മൾ കൊക്കോ പൗഡർ ആഡ് ചെയ്യാത്തൊരു ബാറ്റർ ഒഴിച്ച് കൊടുക്കും 1 സ്പൂണ്. അതിന് മുകളിലായിട്ട് കൊക്കോ പൗഡർ ആഡ് ചെയ്തിട്ടുള്ള ഒരു ബാറ്ററും 1 സ്പൂൺ ഒഴിച്ച് കൊടുക്കും. വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ 4 ലെയറായിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്.
ബാറ്ററി എല്ലാം ഒഴിച്ചതിന് ശേഷം ഞാനൊരു സ്കിയർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒരു ഫ്ലവർ പോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ടൂത്ത് പിക്ക് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി. വെറുതെ ഒരു ബേക്കായി വരുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം വെക്കണം. വെള്ളം തിളച്ചതിന് ശേഷം ഇഡ്ഡലി തട്ട് നമുക്ക് ഇറക്കി വെക്കാം. ഇനി അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഏകദേശം 3 മിനിറ്റ് ആയപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സമയം നമ്മൾ സ്കീർ വെച്ചിട്ടോ അല്ലെങ്കിൽ ടൂത്ത് പിക്ക് വെച്ചിട്ടോ കുത്തി നോക്കുമ്പോൾ അത്ര അങ്ങോട്ട് കുക്കായി കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ 5 മിനിറ്റ് തന്നെ വെക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ വീണ്ടും 5 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കി. നമ്മുടെ കേക്ക് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. കുക്കായി വരുന്ന സമയത്ത് മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് ഇങ്ങനെ വിണ്ട് വരും. അതൊന്നും കുഴപ്പമില്ല. ഇങ്ങനെ വിള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒഴിക്കുന്ന ക്വാണ്ടിറ്റി കുറച്ചാൽ മതിയാകും. അതായത് നമ്മൾ 4 ലെയർ ഒഴിച്ചാൽ സ്ഥാനത്ത് 2 ലെയറൊക്കെ ഒഴിച്ചാൽ മതിയാകും. 1 സ്പൂണ് നോർമൽ ബാറ്ററും 1 സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്തിട്ടുള്ള ബാറ്ററും അത്രയും മതിയാകും. പക്ഷേ കൂടുതലാണ് പൊങ്ങി കിട്ടില്ല. നമ്മൾ ഒഴിക്കുന്ന ആ ഒരു ഇഡ്ഡലി തട്ടിൽ അത്ര ഒരു സൈസിൽ മാത്രമേ നമുക്ക് കേക്ക് ബേക്കായി കിട്ടുള്ളൂ. അപ്പോൾ പൊങ്ങാത്ത കാരണം കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല. വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി തട്ടിൽ റെഡിയാക്കിയിട്ടുള്ള മിനി മാർബിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും.